നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തിന്റെ നേർസാക്ഷ്യവുമായി മനോരമയുടെ ഇലക്ഷൻ സ്പെഷ്യൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബീഹാറിലെ ജായുമി ജില്ലയിൽ ആക്രമണത്തിനിരയായ കടുത്തുരുത്തി ആംകുട്ടി സ്വദേശി പാസ്റ്റർ സണ്ണിയെയും ഭാര്യ കൊച്ചുറാണിയെയുമാണ് മനോരമ അവതരിപ്പിക്കുന്നത്. 8 പേരുടെ സംഘം മുഖത്തും തലയിലും മാറി മാറി അടിച്ചു വീഴ്ത്തി. കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥനാ ഗാനങ്ങളുടെ പുസ്തകം കത്തിച്ചു എന്നൊക്കെയാണ് സണ്ണിയും ഭാര്യയും കൂടിക്കാഴ്ചയിൽ പറയുന്നത്. മാർച്ച് 3-നാണ് ആക്രമണം നടന്നത്. വാർത്തയിൽ ഒരിടത്ത് മതപരിവർത്തനം ആരോപിച്ചാണ് ചിലർ തങ്ങളെ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് എത്തിയാണ് തങ്ങളെ രക്ഷിച്ചതെന്നും ബൈക്കും വീട്ടുസാധനങ്ങളും ഉപേക്ഷിച്ചാണ് നാട്ടിലേക്ക് വന്നതെന്നും തിരിച്ചു പോകണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും സണ്ണി പറയുന്നു. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ ഉദാഹരണമായാണ് ഇവരുടെ കൂടിക്കാഴ്ച പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാർട്ടി ഉൾഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റു വിഭാഗക്കാരെ മതപരിവർത്തനം നടത്തി സഭയിൽ എത്തിക്കാനുള്ള ചില ക്രൈസ്തവ വിഭാഗങ്ങളുടെ ശ്രമങ്ങളാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം എന്ന വ്യാജ പേരിൽ അവതരിപ്പിക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കേരളത്തിൽ പോലും ഇക്കാലത്തും വീടുകൾ കയറിയിറങ്ങി സുവിശേഷം പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ മതപ്രചാരണത്തിനും ശ്രമിക്കുമ്പോൾ പ്രാദേശികമായിട്ടു തന്നെ എതിർപ്പുകളാണ് പ്രശ്നങ്ങളുടെ കാരണവും. അത് ക്രൈസ്തവർക്കുള്ള നേരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കപ്പെടൂ. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. തങ്ങളൊരു സ്വതന്ത്ര സഭയായിട്ടാണ് ബീഹാറിൽ പ്രവർത്തിക്കുന്നതെന്ന് സണ്ണി പ്രത്യേകം പറയുന്നു. മതപരിവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുന്നവർ എല്ലാവരും ഹിന്ദുക്കളുമല്ല. എന്നാൽ പൊതുവിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ഹൈന്ദവ ആക്രമണമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ ചിത്രീകരിക്കുന്നത്. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ചും ബീഹാർ BJP മുന്നണി ഭരിക്കുന്ന സംസ്ഥാനമാണെന്നതാണ് സണ്ണിയെയും ഭാര്യയും ഇലക്ഷൻ കാലത്ത് കണ്ടെത്തി പത്രത്തിന് പ്രേരണയായത്.